നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ദീപാവലി, ഹാപ്പി ദീപാവലി. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ദീപാവലി പടക്ക പൊട്ടിക്കലും ബഹളമാണ് കേട്ടോ. പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ഭയങ്കര ആഘോഷമാണ്. പിറ്റേ ദിവസം ദീപാവലിയുടെ അന്ന് രാവിലെ ചിക്കനും ദോശയൊക്കെയാണ് ട്രിവാൻഡ്രത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ പറഞ്ഞ അമ്മു വേദ ഇപ്പോൾ വിടാം. വേദ കളിച്ചുകൊണ്ടിരുന്ന വേദ ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ച് അങ്ങനെ അമ്മു ഉടന്ന് വിളിക്കുകയാണ്. അപ്പോൾ അതേ ഞാൻ ചിക്കനൊക്കെ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ്. വൈകിട്ട് അച്ഛനും അമ്മയൊക്കെ വരും, ചിലപ്പോൾ ചീമയും സച്ചിനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒക്കെ കാണും. അപ്പോൾ നാടൻ കോഴിയാണ് വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത്, അതിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഇന്ന് വയ്ക്കാം. അന്ന് കാന്താരിയും കുരുമുളകും ഒക്കെ ഇട്ട് നമ്മൾ താറാവ് വെച്ചില്ലേ, അസാധ്യ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ കുറച്ച് വെച്ചിട്ട് നാളെ ബാക്കി തോരൻ വെക്കാമെന്ന് കരുതി. അങ്ങനെ 2 സ്റ്റെപ്പായിട്ട് മാറ്റാം കേട്ടോ. അതായത് 2 വലിയ കോഴിയേട്ടൻ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ബിസിയാണ്. ഉച്ചയ്ക്ക് വേദം കൊണ്ട് ഡാൻസിന് പോകണം. സമയം 11:30 മണിയായി, ജോലിയൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ എല്ലാം വച്ച ശേഷം വൈകുന്നേരം അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് ബാക്കി വീഡിയോ കാണാവേ. എൻ്റെ അമ്മോ, പെട്ടെന്ന് ജോലികളെല്ലാം തീർന്നു കേട്ടോ. 2 മണിയായി. ഇത്രയും സമയം എനിക്ക് ജോലിയായിരുന്നു. പെട്ടെന്ന് ഞാൻ കുളിച്ചിട്ട് വന്നു. വേദം കൊണ്ട് ഡാൻസിന് പോകണം. ഇന്നിപ്പോൾ വേദം കൊണ്ട് പോകാനായിട്ട് ഏട്ടനില്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ദീപാവലിക്ക് ഇവിടെ അടുത്തൊക്കെ കൊടുക്കാൻ സ്വീറ്റ് ബോക്സ് ഒന്നും വാങ്ങിയിട്ടില്ല, അതൊക്കെ വാങ്ങിക്കണം. എനിക്കൊന്ന് വെട്ടുകാട് പോകണം. വേദ ഡാൻസ് ക്ലാസ്സിന് വിട്ടുടനെ തന്നെ നേരെ വെട്ടുകാട് വന്നു കേട്ടോ. മുടങ്ങാതെ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ആഴ്ചകളിലും ഞാൻ വെട്ടുകാട് വരാറുണ്ട്. അതെൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അങ്ങനെ കുറേ ആഴ്ചകളായിട്ട് ഇപ്പോൾ വരുന്നില്ല, കാരണം മിക്കവാറും ഏട്ടനായിരിക്കും കൊണ്ടാക്കുന്നത്. പിന്നെ കാർ എടുത്തിട്ടൊക്കെ വരുമ്പോൾ പിന്നെ കാറിലൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടും അങ്ങ് മടിക്കും കേട്ടോ. ഇന്നിപ്പോൾ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, മഴയും ഉണ്ടായിരുന്നില്ല. നല്ല മഴക്കാറായിട്ടൊക്കെ നിന്നതുകൊണ്ട് സ്കൂട്ടർ എടുത്തിട്ട് വന്നത് കൊണ്ടാണ് എന്തായാലും നേരെ ഇങ്ങോട്ടേക്ക് വരാൻ കരുതി കുറേ ദിവസങ്ങൾക്ക് ശേഷം വെട്ടുകാട് വന്നത്. വെട്ടുകാട് വന്ന യേശുപ്പച്ചനെയും കണ്ട ശേഷം നേരെ സ്മാർട്ട് ബസാറിൽ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. സ്മാർട്ട് ബസാറിൽ പോയി, പക്ഷേ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച കാര്യം പിന്നെ വാങ്ങിയില്ല കേട്ടോ. ഞാൻ കയറിയിട്ടൊരു കറക്കം കറങ്ങി തിരിച്ചിറങ്ങിയിട്ട് ചാലയിൽ പോയി സ്വീറ്റ് ബോക്സ് എല്ലാം വാങ്ങിച്ചിട്ട് വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് സ്കീമിൻ്റെ കാര്യം ഒരുപാട് പേര് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാ ജ്വല്ലറിയിലും ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവിടെ ചെന്ന് ചോദിച്ചാൽ ആ ചിട്ടിയിൽ ചേരാൻ പറ്റും. 500 രൂപ മുതൽ എന്തോ നമുക്ക് പേ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് 10 മാസത്തെ ചിട്ടിയായിരുന്നു എൻ്റെത്. ഉള്ളതനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യുക. ഇന്നിപ്പം നമ്മൾ ഏത് പൈസയ്ക്കാണോ അടയ്ക്കുന്നത് ആ ദിവസത്തെ എമൗണ്ട് അവർ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ഓരോ മാസവും ഓരോ ദിവസവും നമ്മൾ ഏത് ദിവസമാണോ അടയ്ക്കുന്നത് അന്ന് ഗോൾഡിൻ്റെ റേറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ് അവർ ബ്ലോക്ക് ചെയ്ത് ലാസ്റ്റ് ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് ആവറേജ് ഇട്ടിട്ടൊക്കെയാണ് തരുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ജ്വല്ലറിയിൽ ഇപ്പോൾ ജോസ്കോയിൽ തന്നെ വേണമെങ്കിലും വിളിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ഞാനീ പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അവർ പറയുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വിളിക്കാൻ കേട്ടോ. ഇപ്പോൾ ജോസ്കോയിൽ ഞാനൊക്കെ ചെയ്യുമ്പോൾ ഓരോ മാസമാണ് അടച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജോസ്കോയിലൊക്കെ ഒരു മാസം 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസവും നമുക്കുള്ളതുപോലെ പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഉള്ള എന്തോ സ്കീമൊക്കെ ആട്ടോ. അപ്പം ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ ജോസ്കോയിലോ ഭീമയിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞു കുഞ്ഞു ജ്വല്ലറികളിലൊക്കെ എല്ലായിടത്തും 500 രൂപ വെച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കുള്ളത് ഒരു 500 രൂപ വെച്ചെങ്കിലും നമ്മളിങ്ങനെ സേവ് ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്കൊരു അരപ്പവനെങ്കിലും വാങ്ങാനുള്ള കാശ്, ഇപ്പോഴത്തെ വിലയ്ക്ക് അരപ്പവനും കിട്ടില്ല, എവിടെയെങ്കിലും ഒരു 1/4 പവനെങ്കിലും വാങ്ങാനുള്ളത് കിട്ടും. 1/4 പവനെങ്കിൽ 1/4 പവൻ, അത് അത്രയും നല്ലതല്ലേ. പക്ഷെ അവർ ഗോൾഡ് കോയിൻ്റെത് തരുമോ ചോദിച്ചപ്പോൾ തരില്ല എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കും കോയിന് വാങ്ങി വെക്കാനായിരുന്നു ആഗ്രഹം, പക്ഷെ തരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നോട് ആരോ കമൻറ്റ് ചെയ്തു, ഇങ്ങനെ കോയിൻ വാങ്ങി വെച്ചിട്ട് വേദയുടെ സമയമാകുമ്പോൾ പണി ചെയ്താൽ പോരേ എന്ന് ചോദിച്ചു. പക്ഷെ അവർ തരില്ല എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇങ്ങനെ വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ കോയിൻ നമുക്ക് പണയം വെക്കാനും പറ്റത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ സ്വർണ്ണം എല്ലാം വാങ്ങി പണയം വെപ്പിലാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ കോയിനാണെങ്കിൽ പണയം വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജ്വല്ലറിയിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ സ്വീറ്റ് ബോക്സൊക്കെ വാങ്ങി പോവാണ്. അവിടെ അടുത്തുള്ള 2-3 വീടുകളിൽ മാത്രം കൊടുക്കാനായിട്ടേ. വേദയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. സ്വീറ്റ് ബോക്സ് കൊടുക്കുക, ദീപാവലി ക്രാക്കേഴ്സ് പൊട്ടിക്കുക, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് വേദ. നമ്മുടെ അല്ല ഏട്ടപ്പം രാവിലെ എണീറ്റിട്ട് ഇതിൽ നിന്ന് പൂ പറിച്ച് ഇതിൽ കൊണ്ടിടും കേട്ടോ. അപ്പോൾ വീടിനകമൊക്കെ നല്ല പിച്ചിപ്പൂൻ്റെ മണമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ പറിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ വിളക്കൊക്കെ കത്തിക്കാൻ പോവുകയാണ്. ഇവിടെ ഇത്രേ നമുക്ക് കയ്യെത്തുള്ളൂ പറിക്കാനായിട്ട്. മൊട്ട് പറിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പൂത്ത് കിടന്നാണ്. ആദൂസിൻ്റെ വീടിൻ്റെ അവിടെ ഇരിക്കണം. ആദൂസിൻ്റെ അവിടെ ഞാൻ സ്വീറ്റ് ബോക്സ് വാങ്ങിച്ചാൽ അവരാരും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ.
ഇത്രേ ഉള്ളൂ. മുട്ട പൊരിച്ചിട്ട് നാളെ മണം പോയി. ഇത് മുട്ട പൊരിച്ചിട്ട് രാവിലെ ഇല്ല. അവിടെയൊക്കെ നിൽക്കണം, അങ്ങ് മുകളിൽ കൈ എത്തൂല. പൂ ഉണ്ട് കേട്ടോ, നിറച്ച് പൂ നിൽക്കുകയും. ഇതിവിടെ ഇരിക്കട്ടെ. വേറെ കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വന്ന് എല്ലാവരും ഒക്കെ ഡ്രസ്സൊക്കെ പ്ലാൻ ചെയ്ത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞൂടെ, ഇനി ഏത് കോലത്തെ ഇറങ്ങി വരണം എന്ന് അറിഞ്ഞൂടാ. എൻ്റെ അമ്മ അച്ഛനൊക്കെ വരും, അവർക്ക് ഊബർ ബുക്ക് ചെയ്തപ്പോൾ വരും. പിള്ളേരൊക്കെ വരും. സ്വീറ്റ് ബോക്സൊക്കെ നമ്മൾ വാങ്ങിച്ച്, അതെല്ലാ വർഷമുള്ള പതിവാണ്. അവിടെ ആദൂസിൻ്റെ അവിടെ ഇല്ലെന്ന് തോന്നണമെങ്കിൽ അത് നമ്മളെടുക്കും. ഇനി കുറച്ച് വിളക്ക്, മറ്റേ ഇടിങ്ങിൽ ചിരാതല്ലേ, ഇതൊന്ന് കാർത്തികയ്ക്ക്. നമ്മൾ ഇടിങ്ങിലെന്നല്ലേ പറയണത്, കളിയാക്കല്ലേ. ഇടിങ്ങിലെന്നാണ് ഞാൻ ഏട്ട കേട്ടിട്ടില്ലേ ഇടിങ്ങില്. ആ ചിരാത്, ഇവരൊക്കെ എണ്ണ നിറച്ച് അത് പാട് കയ്യൊന്നും എത്തൂല. മതിലിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവച്ചു. ഇവിടെയൊക്കെ ഓരോന്ന് വയ്ക്കാം. ഇന്ന് രാവിലെ തൂത്തിട്ടതാണേ, മഴയൊക്കെ പെയ്യണോണ്ട് പെട്ടെന്ന് പൂവെല്ലാം ഇതിൽ വന്ന് വീഴും. ഇത് വസ്ത്രയിലെ ഡ്രസ്സാട്ടോ, വസ്ത്രയില. കാറിൻ്റെ പുറത്താ. കാറൊക്കെ സൂക്ഷിച്ച് വേണം കിട്ടുമെന്ന. പടക്കം പൂത്തിരിയൊക്കെ ഏത് വഴി കൂടെയൊക്കെ വരണമെന്ന്. ഇപ്രാവശ്യം ബട്ടർഫ്ലൈ ഒന്നും വാങ്ങിച്ചില്ല, കാരണം അങ്ങ് അകത്തോട്ട് വയ്ക്കണ്ടല്ലോ, എത്രയും പോരെ. ഇവിടെ വയ്ക്കണ്ടേ? അവിടെ ഗേറ്റ് വന്ന് വെച്ചേക്കണോണ്ട് കാണൂല. ഇത്രയും വയ്ക്കാം. ഇല്ല, കാർത്തിക കത്തിക്കാൻ ഞാൻ ക്യാൻഡിൽ ഓർഡർ ചെയ്തു. അതാകുമ്പോൾ എളുപ്പമുണ്ട്. വേണമെങ്കിൽ ആ സൈഡിലൂടെ വയ്ക്കാറുന്നല്ലേ, കത്തിക്കുമ്പോൾ ഭംഗിയായിരിക്കും. അവിടെ കണ്ടോ, അവിടെ നല്ല ഭംഗിയായിരിക്കും. കത്തിയിരിക്കണാണ് ഭംഗിയായിരിക്കും. അയ്യോ എൻ്റെ തല. ഒന്ന് നമ്മൾ ഇറങ്ങി തിരിച്ച ആത്മാർത്ഥതയോടെ ചെയ്യണം. അമ്മൂൻ്റെ അവിടെ പൊട്ടിക്കൽ തുടങ്ങി. വേറെ ഇതൊന്നും എടുത്തില്ല, ഇത്ര മതിയല്ലേ ഇവിടെ. ഇനി വണ്ടിയിലേ ഏട്ടൻ മൈക്കൂട്ട് എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഏട്ടൻ്റെ തമാശകൾ എല്ലാവരും കേട്ടാണ്. മുറ്റം നല്ല ഭംഗിയല്ലേ. ഞാൻ കഴുകാത്തെന്തെന്നറിയോ, ഇവിടെ ഈ പൊളിച്ചിട്ടൊക്കെയല്ലേ, അപ്പോൾ ആ ചെളിയാണ് സ്കൂട്ടറിലും അതിലും ഇതിലൊക്കെ ചവിട്ടി കയറും കേട്ടോ. അപ്പോൾ കഴുകിയിട്ടാലും വീണ്ടും ഇത് തന്നെ അവസ്ഥ. അതുകൊണ്ടാണ് പിന്നെ കഴുകാത്തത്. സ്കൂട്ടറും കാറും ഒക്കെ കയറ്റുമ്പോൾ വീണ്ടും ഒഴുകാം. സ്റ്റെപ്പിൽ വയ്ക്കാം. സ്റ്റെപ്പിൽ ഞാൻ വയ്ക്കണില്ല, കാരണം ഇനി അങ്ങോട്ട് ഓട്ടവും ബഹളവുമായിരിക്കും അതിൻ്റെ കൂട്ടത്ത്. കുറച്ചൊഴിച്ചാലേ കഴിഞ്ഞ കാർത്തികയ്ക്ക് കത്തിച്ചിട്ട് കത്തിയില്ല, കാറ്റ് കാരണം. അതുമില്ല. അമ്മു പടക്കം പൊട്ടിച്ച് തിരിയും കൂടെ ഇട്ടാൽ ഇനി ഇരുട്ടിയിട്ട് കത്തിക്കാം. നമ്മൾ പിന്നെ വിളക്ക് കത്തിപ്പൊന്നും അങ്ങനെ ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഇതുപോലുള്ള വിശേഷ ദിവസങ്ങൾ മാത്രം. ഇന്ന് നിലവിളക്ക് കത്തിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ അതിൻ്റേതായ രീതിയിലാണോ ആചരിക്കുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. ദീപാവലി ഇരുന്ന് രാവിലെ ചിക്കനും ദോശയൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണോന്നും അറിയത്തില്ല. അത് നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ മാത്രം ചിക്കനും ദോശയാണോന്നും അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു. ഏട്ടാ നിങ്ങൾ അവിടെയൊക്കെ അങ്ങനെ ആയിരുന്നാ? ചിക്കനും ദോശയില്ലേ? അറിയാ എന്തിനാ ഇവിടെ കൊണ്ടുവച്ചേക്കണ? പിന്നെ എവിടെ വയ്ക്കാൻ? നടുക്കോട്ട് വൈ, ഒന്നീ വലുത് വൈ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നടുക്കോട്ട് വൈ. നടുക്കോട്ട് വെച്ച് പൊടിച്ച് ഓടുമ്പം വീഴും. ഇവിടെ വെച്ചോ വീടൂലേ? അവിടെ വെച്ചാലും വീഴും. അവിടെ വയ്ക്കട്ടാ. അങ്ങോട്ടാ പിച്ചീരവിടെ നമുക്കിങ്ങനെ കത്തിച്ചിട്ട് ഓടണ്ടേ? അതിന് നടുക്കൂടെ ഓടണം ആരെങ്കിലും? ചെറുതായി പോയാ
ഒന്നീ ചെറുതല്ലെങ്കിൽ ഇങ്ങോട്ട് വെക്കണം. അവിടെ വെച്ചാ ഓടാൻ പറ്റൂല. നീ അല്ലല്ലോ അവിടെ വെച്ചാലാ ഒന്നീ വലുതാക്കണം. നീ എന്തെങ്കിലും ചെയ്. ഞാൻ വലുതാക്കും. തിരിച്ചല്ലേടി വിളക്ക് വയ്ക്കാനുള്ള. അങ്ങനെയെല്ലാം സെറ്റ് ചെയ്തൊക്കെ നിന്നപ്പോഴേക്കും എന്തേ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നു. കൂട്ടത്തിൽ പപ്പിയെ കൊണ്ടുവന്നു കേട്ടോ. പപ്പിയെ കൊണ്ടുവന്നില്ലെങ്കിൽ പപ്പിക്ക് ആഹാരം കൊടുക്കാനോ ഒന്നിനും പിന്നെ അച്ഛൻ അതിന് വേണ്ടിയിട്ട് പോവേണ്ടി വരും. ചിലപ്പോൾ ഏട്ടന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഏട്ടന് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഞാൻ അതിന് മെനക്കണം. അപ്പം ഞാൻ പറഞ്ഞു പപ്പിയെ കൂടെ കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ട് കൊണ്ട് നടക്കാം, അതിനെ ആഹാരം കൊടുക്കാൻ കൊണ്ട് നടക്കാൻ ഇവിടെ ആരുമില്ല. നാളെ വൈകിട്ടായിരിക്കും അവർ തിരിച്ച് പോകുന്നത്. അതുകൊണ്ട് പപ്പിയെ കൂടെ കൊണ്ടുവന്നു. പപ്പിക്ക് എന്തോ വയ്യാന്ന് കേട്ടോ, വോമിറ്റിംഗ് ഒക്കെ ആണ്, അതുകൊണ്ട് കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നതാണ്. പക്ഷെ എന്തോ പപ്പിയെ കൂടെ കൊണ്ടുവന്നു. വേദ പപ്പിയെ കണ്ടതിന് ഡബിൾ ഹാപ്പി കേട്ടോ. വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ പിള്ളേരെല്ലാം കൂടി ഈ പപ്പിയുമായിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ. ഇവിടെ ഫ്രണ്ടിൽ കെട്ടിയിട്ടിട്ട് പപ്പിയും പിള്ളേരും എല്ലാവരും കൂടി ഭയങ്കര കളിയാണ്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ കളിക്കാനൊന്നുള്ള നേരമില്ല, അതുകൊണ്ട് നേരെ മുകളിൽ കൊണ്ടുവന്ന് കെട്ടേക്കാൻ പറഞ്ഞു. ടെറസിൻ്റെ മുകളിൽ അതിനെ ആ ഒരു സാധനം വെച്ച് ലോക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാധനം വെച്ച് ആ സ്റ്റെപ്പിൻ്റെ അവിടെ ലോക്ക് ചെയ്തിട്ട് പപ്പി അവിടെ ഇടുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കിച്ചൻ്റെ ബാക്കിൽ ചെയ്തിട്ടില്ലേ അവിടെയോ കെട്ടിയിടാൻ പറഞ്ഞു. പിന്നീട് നമുക്ക് താഴെ കൊണ്ടുവരിക എന്തെങ്കിലും ചെയ്യും. കാരണം ഒന്നാമത് പപ്പിക്ക് ഈ പടക്കൊക്കെ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ കെട്ടും, അതുകൊണ്ട് ഞാൻ പറയും മുകളിൽ കെട്ടാൻ പറയും. അങ്ങനെ മുകളിൽ കൊണ്ടുവന്ന് പപ്പിയെ കെട്ടി. എന്നിട്ട് ചീമയെ വിളിച്ചിരുന്നു. അപ്പോൾ ചീമയും സച്ചിനും കൂടി വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇരുട്ടി തുടങ്ങിയിട്ട് നമ്മുടെ സ്വീറ്റ് ബോക്സ് എല്ലാം കുട്ടികൾക്ക് കൊടുത്ത ശേഷം ലൈറ്റെല്ലാം നമ്മൾ വെച്ചിരിക്കുന്ന വിളക്കെല്ലാം കത്തിക്കാമെന്ന് കരുതി. ഞാൻ വിളക്ക് കത്തിച്ചപ്പോൾ അപ്പുറത്ത് ദിയയുടെ അവിടെ വിളക്കൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു എന്തേ വിളക്കൊന്നും കത്തിക്കുന്നില്ലേന്ന് ചോദിച്ചപ്പോൾ ദീപാവലി നാളെയില്ലേ, അതായത് ഇത് ഇന്നലെ വൈകുന്നേരം നടക്കുന്ന സംഭവമാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ദിയയുടെ അമ്മ ചോദിച്ചു ദീപാവലി നാളെ, കലണ്ടറിലൊക്കെ മൺഡേ അല്ലേ ദീപാവലി, അപ്പം നാളെ കത്തിക്കാമെന്ന് കരുതിയെന്ന്. അപ്പോഴാണ് ഞാനും ആലോചിച്ചത് ശരിയാണല്ലോ ദീപാവലി നാളെയല്ലേ വിളക്ക് കത്തിക്കേണ്ടിയിരുന്നതെന്ന് ഞാനും ആലോചിച്ചു. എനിക്കൊരു ചെറുതായിട്ട് അബദ്ധം പറ്റിയതാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാലും കുഴപ്പമില്ല. ക്രാക്കേഴ്സൊക്കെ നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം മുതൽ വെളുപ്പിന് 5 മണി വരെയൊക്കെ കത്തിക്കാറുണ്ട് കേട്ടോ. നമുക്കുള്ളതുപോലെ നമുക്ക് കത്തിക്കാം. 5-6 മണി വരെ 2 ദിവസം കൊണ്ട് ഇതിൻ്റെ ശബ്ദവും ബഹളമൊക്കെ കേൾക്കും. പിന്നെ നമ്മൾ വാങ്ങിയ ക്രാക്കേഴ്സ് 2ആയിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അതായത് ഇന്ന് കത്തിക്കാനും, അതായത് ഞായറാഴ്ച വൈകുന്നേരം കത്തിക്കാനും തിങ്കളാഴ്ച വൈകുന്നേരം കത്തിക്കാനുമായിട്ട് എപ്പോൾ വാങ്ങിയാലും അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വച്ചില്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം തന്നെ കത്തിക്കാനായിട്ട് നിറയെ സാധനങ്ങൾ നമ്മളതിലുണ്ട് കേട്ടോ. അതിപ്പോൾ ദിയയുടെ അവിടെ വാങ്ങിയാലും ഈ പിള്ളേരെല്ലാം കൂടി പറഞ്ഞ് വാങ്ങുന്നതാണ് കേട്ടോ. അവർ നിറയെ സാധനങ്ങൾ വാങ്ങിയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ദിവസത്തേക്കായി വയ്ക്കും. അപ്പോൾ ഒരു ദിവസം കത്തിക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം പെട്ടെന്ന് കത്തിച്ച് തീരുമ്പം ദിയയ്ക്കും വേദയ്ക്കൊക്കെ ഭയങ്കര വിഷമമാണ്. അയ്യോ തീർന്നു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഇന്ന് ദിയെ കത്തിച്ച് പെട്ടെന്നല്ല കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ദിയ പറയണം പതിയെ തുടങ്ങിയാൽ മതിയായിരുന്നു, അപ്പോൾ പിന്നെ കുറച്ച് സമയം കൂടി നീണ്ടു നിന്നാനേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുട്ടി തുടങ്ങിയപ്പോഴേ പതിയെ ഓരോന്നായിട്ട് കത്തിച്ചൊക്കെ തുടങ്ങി കേട്ടോ. നമ്മളീ പൊട്ടുന്ന സാധനങ്ങളൊന്നും തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഈ മത്താപ്പൂ പോലുള്ള സാധനങ്ങളും പിന്നെ സ്കൈ ഷോട്ടും അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ മറ്റേ കുഞ്ഞു സാധനങ്ങൾ, ഈ ചിറ്റ്പുട്ടോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, കുഞ്ഞു സാധനങ്ങൾ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. അതെല്ലാം കാരണം കുഞ്ഞു സാധനമായിരിക്കും, അത് കുഞ്ഞു കിടന്ന് കത്തിക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. അതിന് പകരം അതിൻ്റെ എല്ലാം വലിയ സാധനങ്ങളാണ് വാങ്ങിയത്. അതാകുമ്പോൾ മറ്റ് കുറച്ച് കുഞ്ഞു വാങ്ങുമ്പോൾ കുറേ നേരം നിന്ന് കത്തിച്ച് നിൽക്കാൻ ഇവരാരും കത്തിക്കുകയില്ല. നമുക്കാണ് അതിൻ്റെ നടുവില്ല ഒടിയുന്നത് കേട്ടോ. നമുക്കെന്ന് പറഞ്ഞാൽ ഞാനാണ് ഇപ്രാവശ്യം ദിയയുടെ അച്ഛൻ അപ്പുറത്തുണ്ട്. അപ്പോൾ ദിയയുടെ അച്ഛൻ ഇതെല്ലാം കത്തിക്കും കേട്ടോ. അല്ലെങ്കിൽ ദിയയുടെ വീട്ടിലതുകൂടെ ഞാനാണ് കത്തിക്കുന്നത്. പിന്നെ കുറേ കഴിയുമ്പോൾ എനിക്ക് നടുവൊന്നും ഓർക്കാൻ പറ്റില്ല കേട്ടോ. കുഞ്ഞ് കത്തിച്ചൊരു പരുവാവും. പക്ഷെ ഇപ്രാവശ്യം വേദ കുറച്ച് ധൈര്യശാലിയായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ചിറ്റ്പുട്ടൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ വേദ കത്തിച്ചാണ്. ചിറ്റ്പുട്ട് എന്ന് പറയുന്ന കുഞ്ഞു സാധനമില്ലേ, അതിങ്ങനെ കത്തിച്ച് വയ്ക്കുമ്പോൾ ടപ്പന്ന് പറഞ്ഞ് പൊട്ടുന്ന സാധനമാണ് ചിറ്റ്പുട്ട്. നല്ല ലൈറ്റായിട്ടൊക്കെ വന്ന് കത്തുന്ന സാധനം കേട്ടോ. പടക്കല്ല, പക്ഷെ ഇങ്ങനെ ടിക് ടിക് എന്ന് പറഞ്ഞ് കത്തുന്ന ഒരു സാധനമാണ് ചിറ്റ്പുട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രം കഴിഞ്ഞാൽ പിന്നെ ആഘോഷം വളരെ കുറവായിരിക്കും അങ്ങോട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൊല്ലം വരെയൊക്കെ ഉണ്ടെന്നുള്ള കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കൊല്ലം വരെയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിന് കഴിഞ്ഞിട്ട് നമ്മുടെ ദീപാവലി ആഘോഷം ഇത്രയും ഗ്രാൻഡായിട്ട് വേറെ സ്ഥലങ്ങളിലില്ലാന്ന് തോന്നുന്നു. ട്രിവാൻഡ്രത്ത് ഭയങ്കര ഇതാട്ടോ. പക്ഷേ സത്യം പറയാമല്ലോ ഇപ്രാവശ്യം പൊതുവേ ട്രിവാൻഡ്രത്ത്
ആഘോഷം കുറവ് പോലെ എനിക്ക് തോന്നി. വീടുകളിലായാലും എവിടെ ആയാലും കുറച്ച് ആഘോഷങ്ങൾ കുറവ് പോലെ തോന്നി കേട്ടോ. അച്ഛനും വേദയും കൂടി ദീപം ദീപം കളിക്കുകയാണ്. അച്ഛന് പിന്നെ പരിസരം മറന്ന് കളിക്കുന്നതിലൊന്നും അച്ഛന് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ലൈറ്റ് ഇല്ലയെന്ന് പറഞ്ഞു, പിന്നെ ലൈറ്റ് ഇട്ട് ഒന്നുകൂടെ കളിക്കാമെന്നും പറഞ്ഞ് അതിനെ ദീപത്തിനെ കൊണ്ടുവന്ന് അവിടെ വച്ചു. ചുമ്മാട്ടങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നതാണ്. ലൈറ്റ് ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ കളിക്കുകയാണ് അച്ഛനും വേദയും കൂടി. കാണികളായിട്ട് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ദിയയുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഇറങ്ങി നിന്ന് അച്ഛൻ്റെയും വേദയുടെയും ഡാൻസൊക്കെ കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ. ഞാൻ എന്താ പറഞ്ഞു വന്നത്, ഇപ്രാവശ്യം ദീപാവലി സത്യം പറഞ്ഞാൽ എല്ലായിടത്തും വളരെ കുറവ് പോലെ തോന്നി. കാരണം ഇപ്പോൾ എല്ലാത്തിനും ഭയങ്കര റേറ്റാട്ടോ. അപ്പോൾ നമുക്ക് ഒരു പരിധി കൂടുതലൊരു സാധാരണ വീട്ടിൽ വാങ്ങാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും വളരെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 6 മണിക്കൊക്കെ തുടങ്ങിയാൽ ഒരു 10 മണി വരെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കത്തിച്ച് നിൽക്കാനുണ്ടാവും കേട്ടോ. ഇതൊരു 6 മണിക്ക് തുടങ്ങി ഒരു 7-7:30 മണിയൊക്കെ ആയപ്പോഴേക്കും തീർന്നു. അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് കുട്ടികളെല്ലാം, പിള്ളേരെല്ലാം അതിൻ്റെ വിഷമത്തിലാണ് കേട്ടോ. എല്ലായിടത്തും അതെ. അമ്മൂൻ്റെ അവിടെയൊക്കെ നിറയെ വാങ്ങുന്നതാണ്. ഇപ്രാവശ്യം അമ്മൂൻ്റെ അവിടെയൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ ഡാൻസ് കണ്ടിച്ചിരിക്കുന്ന ദിയയുടെ അമ്മയും അമ്മൂമ്മയൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അച്ഛനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, അവർ നിന്ന് നോക്കി ചിരിക്കുന്നത് അച്ഛൻ അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. പിന്നെ യൂട്യൂബിലിടണം, അതാണ് അച്ഛൻ്റെ മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്ത് വേണോ ചെയ്യാം, പക്ഷേ എല്ലാം യൂട്യൂബിലിട്ടോളണം. അപ്പോൾ അച്ഛൻ്റെ ഡാൻസ് കണ്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ കണ്ടോളൂ. അച്ഛൻ സകലകലാവല്ലഭനാട്ടോ. അച്ഛൻ ഡാൻസറൊക്കെയാണ് കേട്ടോ. ആ ഇരിക്കുന്ന ഒരു സ്റ്റൈലൊക്കെ നോക്കി അച്ഛൻ ഭയങ്കര ഡാൻസറൊക്കെ കേട്ടോ. കുഞ്ഞിലെ നമ്മളെയൊക്കെ ഡാൻസൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സകലകലാവല്ലഭനാണ്. അതുകൊണ്ട് അച്ഛന് ആൾ നിൽക്കുന്നു, അത് നാണക്കേട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നിന്നപ്പോഴേക്കും അച്ഛൻ്റെ ഡാൻസ് മിസ്സായി. ചീമയും സച്ചിനും കൂടി വന്നിട്ട് വേദയ്ക്ക് സച്ചിൻ്റെ സ്വീറ്റ് ബോക്സ് ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇവർ വന്നതിൽ ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിക്കാം. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇനിയിപ്പോൾ വന്നല്ലോ, ഇനി വേറെ ആരെയും നോക്കി നിൽക്കാൻ ആവശ്യമില്ല. അപ്പോൾ പിന്നെ കത്തിച്ച് തുടങ്ങാമെന്ന് കരുതി. അപ്പോഴേക്കും ദിയയുടെ വീട്ടിലും കത്തിച്ച് തുടങ്ങാമെന്നും പറഞ്ഞിട്ട് കത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ദിയയുടെ അച്ഛൻ ഉദ്ഘാടനമായിട്ട് ഒരു മാലപ്പടക്കം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അത് തറയെല്ലാം നനഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. അത് കത്തിച്ചിട്ട് കത്തുന്നില്ല. കുറേ സമയം നിന്ന് പരിശ്രമിച്ചിട്ടാണ് ആ ഒരു മാലപ്പടക്കം കത്തി വന്നതേ. നമ്മൾ ഈ വക സാധനങ്ങളൊന്നും തന്നെ വാങ്ങിയില്ല. കാരണം ഇത് കത്തിക്കാൻ ആളും ഇല്ല. ഇവിടെ പിള്ളേർക്കൊന്നും പടക്ക് പൊട്ടിക്കുന്നതിൽ വലിയ താല്പര്യമില്ലേ. മത്താപ്പൂ അങ്ങനെ തറച്ചക്രവും വലിയ താല്പര്യം. മത്താപ്പൂ കത്തിക്കാനാണ് ഇവിടെ അടി കേട്ടോ. അപ്പോൾ അത് കുറച്ച് കൂടുതൽ വാങ്ങിയിരുന്നെങ്കിൽ കുട്ടികൾ കുറേ നിന്ന് കത്തിച്ചാൽ അത് ദിയയും വേദം കൂടിയൊക്കെ നിന്ന് കത്തിച്ചോളും. നമ്മളതിൻ്റെ ഇടയ്ക്ക് പോയി നിൽക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് റിസ്ക് ഉള്ള കാര്യങ്ങൾ. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എന്തോ ബാക്കിയൊക്കെ ഞാൻ കത്തിക്കും, ഇതൊക്കെ കത്തിക്കാൻ പേടിയാണ്. ഇതിപ്പോൾ ദിയയുടെ അച്ഛനുള്ളത് കൊണ്ട് കത്തിക്കുക കേട്ടോ. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഈ വക സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞെന്തോ മാലപ്പടക്കം എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അത് പിന്നെയും കുഴപ്പമില്ല. എനിക്കിതാണ് പേടി. ഈ ചിലപ്പോൾ ബോംബ് പോലത്തെ സാധനമുണ്ട്. ചെവി കൂടെ മാത്രമേ കേൾക്കത്തുള്ളൂ കേട്ടോ. മീൻസ് അത് പൊട്ടിയാൽ അത്ര ബോംബിൻ്റെ അത്ര ശബ്ദമുള്ള സാധനം അതൊന്നും ഇപ്രാവശ്യം ആരെങ്കിലും ഇല്ല. ആരും ഇവിടെ ഈ ഏരിയയിൽ ആദൂസിൻ്റെ അവിടെയൊന്നും ആരും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ആദൂസിൻ്റെ അവിടെയും കുറച്ചൊക്കെ അവരും ഒക്കെ പൊട്ടിക്കാറുണ്ട്. പക്ഷേ അവിടെയും ആരുമില്ല. എന്തായാലും തറയൊക്കെ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, സാധനം അങ്ങനെ പൊട്ടുന്നില്ല കേട്ടോ. കുറേ നേരം നിന്ന് കത്തിച്ച് അവസാനം അതെങ്ങനെയൊക്കെയോ പൊട്ടി എന്ന് പറഞ്ഞാൽ അത് 1.5 പൊട്ടലായിരുന്നു. അത് നല്ല രീതിയിൽ സ്പ്രെഡായി വന്നു. ദിയയുടെ വീടിൻ്റെ നടക്കിട്ടപ്പോൾ അവിടെ നല്ല നനഞ്ഞ് കിടക്കും. നമ്മുടെ ഇവിടെ ഇത്രയും ഭാഗം ഒന്ന് ഉണങ്ങിയതുപോലെ കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇവിടെ ഇട്ട് കത്തിക്കാമെന്ന് കരുതിയത് കേട്ടോ. പൊട്ടി ഫുൾ ഇങ്ങെല്ലാം തെറിച്ച് എൻ്റെ ഡ്രസ്സിലൊക്കെ ആയിട്ടോ. എൻ്റെ ഡ്രസ്സെല്ലാം പൊത്തുപോയി. അതിൻ്റെ തീപ്പൊരി വീണിട്ട് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് അത് പൊട്ടിത്തെറിച്ചു. ഞാനവിടെ ഇരുന്ന വിളക്കുകളെല്ലാം ഊതിക്കടത്തിയിട്ട് നീക്കി വയ്ക്കുക കേട്ടോ. കാരണം ഇത് കത്തിച്ചിട്ട് ഒരൊറ്റ ഓട്ടമാണ്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഒറ്റ ഓട്ടമാണ്. ഓടുമ്പോൾ ഈ വിളക്കെല്ലാം കൂടി ഇരുന്ന് അതിൽ കൂടി തട്ടി വീഴണ്ടെന്ന് എഴുതിയിട്ട് അതെല്ലാം ഊതിക്കടത്തിയിട്ട് നീക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അതായത് ആ മുറ്റത്തിരുന്ന് മാത്രം, മതിലൊക്കെ ഇരുന്നത് അവിടെ അങ്ങനെ ഇരുന്ന് കത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം നാളെ ഇനി ഒന്നുകൂടെ കത്തിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ന് തന്നെയാണ് കത്തിക്കേണ്ടത്, ഒന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ശരിക്കും നാളെ തന്നെയാണ് കത്തിക്കേണ്ടത്. എനിക്ക് ചെറുതായിട്ടൊരു അബദ്ധം പറ്റിയതാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു 3 ദിവസം നമുക്ക് അവധിയുണ്ട്. വേദ ഹോളിഡേ ആണ്, അതായത് സാറ്റർഡേ സൺഡേ മൺഡേ, ദീപാവലി ഹോളിഡേ ഉൾപ്പെടെ. അപ്പം നമുക്ക് എവിടെയെങ്കിലും പോവാം. എനിക്കാണെങ്കിൽ കാർ എടുത്തിട്ട് ഇതുവരെ ഗുരുവായൂർ പോകാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം നന്നായിട്ട് മനസ്സിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേദയോട് പറഞ്ഞു നമുക്ക് ഗുരുവായൂർ എവിടെയെങ്കിലും പോവാം. അമ്മ ദീപാവലി ആയിട്ട് ഞാൻ ഒരു സ്ഥലത്തും വരില്ല, നിങ്ങൾക്ക് പോകണമെന്നുള്ളവർക്ക് പോകാമെന്ന് പറഞ്ഞു. പിന്നെ വേദയെ കൂട്ടാണ്ട് പോയാൽ വേദ പൊക്കോളാനൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ തുടങ്ങി എവിടെ എത്തി അവളുടെ സംസാരം ഫോണിൽ കൂടെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും കേട്ടോ. പിന്നെ നമ്മൾ
പോയാലും മനസ്സിനൊരു വിഷമം, വേദ കണ്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് ആ പോക്കും അങ്ങ് ക്യാൻസൽ ചെയ്തു. വേദയും കൂട്ടിയിട്ട് പോകുന്നിടത്തേ പോകുന്നുള്ളൂ എന്നുള്ളൊരു തീരുമാനം അങ്ങ് എടുത്തു. നമ്മൾ മൺഡേ ചെന്നൈയിൽ പോകാമെന്നും ഒരു തീരുമാനം ഉണ്ടായിരുന്നു. കുറച്ച് കാഞ്ചീപുരം സാരിയൊക്കെ എടുക്കാനായിട്ട് പോവാം, വസ്ത്രയ്ക്ക് വേണ്ടിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മൺഡേ ഈ പറഞ്ഞ പോലെ ദീപാവലിയാണ്. തമിഴ്നാട്ടിൽ ഭയങ്കര ആഘോഷമാണ്. നമ്മൾ പോയാൽ അന്നത്തെ ദിവസം ചിലപ്പോൾ വെള്ളം പോലും കിട്ടത്തില്ല കേട്ടോ. എന്തായാലും അന്ന് പോയിട്ട് തിരിച്ച് വരാൻ പറ്റില്ല. ചെന്നൈയിലാണെങ്കിൽ ഒരു ദിവസം സ്റ്റേയും കാര്യവും വേണം. പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. അതുകൊണ്ട് തിങ്കളാഴ്ച പോകുന്ന കാര്യം ക്യാൻസൽ ചെയ്തു. കമ്പിത്തിരി കത്തിച്ച് വെച്ചപ്പോഴേക്കും പടക്കേ എന്ന് പറഞ്ഞ് പൊട്ടുന്നുണ്ട് കേട്ടോ. പകുതി വരെ പൊട്ടി അങ്ങ് നിന്നു. വീണ്ടും പിന്നെ ഒന്നേന്ന് കത്തിച്ചപ്പോൾ പൊട്ടി കേട്ടോ. രണ്ടാമത് പൊട്ടിച്ചത് നല്ല രീതിയിൽ പൊട്ടിയിട്ടാണ് എൻ്റെ ഡ്രസ്സിലൊക്കെ അതിൻ്റെ തീപ്പൊരി വീണ് ഡ്രസ്സ് കത്തി കേട്ടോ. കത്തിയിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ തട്ടി ഇങ്ങനെ കുടങ്ങിയപ്പോഴേക്കും അതങ്ങ് പോയി. അതിലൊരു ഓട്ടയെല്ലാം ഡ്രസ്സിൽ വീണു. കാറിലൊക്കെ ഫുൾ വന്ന് തെറിച്ച് വീഴുന്ന കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കമ്പിയിൽ തൂക്കിയിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് പൊട്ടിയാണ്. പക്ഷെ അപ്പുറമൊക്കെ വീടുള്ളതുകൊണ്ട് അത് തൂക്കിയിടുന്നത് അപ്പുറത്തോട്ടൊക്കെ തെറിച്ച് പോയാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ കമ്പിയിൽ തൂക്കിയിടാത്തത് കേട്ടോ. ഇതേ കണ്ടോ, എൻ്റെ ഡ്രസ്സിലൊരു ഓട്ട വീണു ഗൈസ്. പിന്നെ മാലപ്പടക്കം പൊട്ടിച്ചതോടുകൂടി പിന്നെ അങ്ങോട്ട് പൊട്ടിക്കലായിരുന്നു. പൊട്ടിക്കാനില്ല, അതായത് കമ്പത്തിരി, പൂത്തിരി, മത്താപ്പൂ, കിത്താപ്പൂ ഒക്കെ കത്തിക്കലും ഒരു രസമായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ കത്തിച്ച് സ്കൈ ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. ദിയയുടെ വീട്ടിൽ സ്കൈ ഷോട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ 30-40 ഒക്കെ വരുന്ന സ്കൈ ഷോട്ടുകൾ വാങ്ങും. അത് പക്ഷേ ജസ്റ്റ് മുകളിൽ പോയി അങ്ങ് പൊട്ടിപ്പോകും, നല്ല ഇങ്ങനെ വിരിഞ്ഞ് വരത്തില്ല കേട്ടോ. അതുകൊണ്ട് സിംഗിൾ സ്കൈ ഷോട്ടേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ദിയയുടെ അവിടെ ഒരെണ്ണം കത്തിച്ചു, നമ്മുടെ ഇവിടെ കത്തിച്ചു. നമ്മൾ ഇന്നത്തേക്കും നാളത്തേക്കും ദിയയുടെ അവിടെയും ഇവിടെയൊക്കെ മാറ്റി വെച്ചിരിക്കുക കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ അടുത്തടുത്തടുത്ത് വീടുകളുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരാൾ വാങ്ങിച്ചത് കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പുറമൊക്കെ എല്ലാവരും കത്തിക്കുന്ന കാണുമ്പോൾ നല്ല രസമാട്ടോ, നല്ല സന്തോഷം തോന്നും. അപ്പം നമ്മൾ തന്നെ കത്തിക്കണമെന്നില്ല. ഇപ്പോഴത്തെ ഇപ്രാവശ്യം ആദൂസിൻ്റെ അവിടെ കൂടെ ഇല്ല, അല്ലെങ്കിൽ അവിടെയൊക്കെ കത്തിച്ച് അങ്ങൊരു മത്സരം പോലെ എല്ലാവരും കത്തിക്കും കേട്ടോ. ഓരോ വീട്ടിലും ഓരോ വെറൈറ്റി സാധനങ്ങൾ. ഇപ്രാവശ്യം എല്ലായിടത്തും ഒരുപോലെയൊക്കെ തന്നെ, വലിയ വെറൈറ്റികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജീമ സ്കാഫൊക്കെ കെട്ടി അങ്ങനെ നിൽക്കുകയാണ്. കാരണം അതിൻ്റെ സ്മെല്ല് ഭയങ്കര പുകയൊക്കെ ഭയങ്കര സ്മെല്ലും ഒക്കെ ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. ഈ ഇട്ടിരിക്കുന്നതും വസ്ത്രയിലെ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഓണത്തിന് ഓണക്കോടിയായിട്ട് കൊടുത്ത ഡ്രസ്സാണ്. അതിൻ്റെ ഇനി ഒരു പീസ് മാത്രം എന്തോ ലാർജ് സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം പോയി കേട്ടോ. ഇനി കുറച്ച് സാരീസ് മാത്രമേ നമുക്ക് വസ്ത്രയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കോട്ട് സെറ്റുകളും കുറച്ച് ഇരിപ്പുണ്ട്. അടുത്ത് നീ എന്താ കത്തിക്കുന്നത്? മയിലാണ് കത്തിക്കുന്നത്. മയിൽ, കുയിൽ, ഗദ, വാള്, പരിശ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളതിൽ അധികം സാധനങ്ങളൊന്നും വാങ്ങിയില്ല. മയിൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. അങ്ങനെ മയിലൊരെണ്ണം വാങ്ങി. അങ്ങനെ പിള്ളേർ തന്നെ ഇതൊക്കെ കത്തിച്ചോളും. കഴിഞ്ഞിനൊക്കെ ആയിരുന്നു എനിക്ക് പണി കേട്ടോ, കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷമൊക്കെ. ഇപ്രാവശ്യം എന്തോ വേദയും തീയൊക്കെ കത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരിധി വരെ ഞാൻ രക്ഷപ്പെട്ടു. ഇത് മയിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ, 3 ഇങ്ങനെ മയിലിൻ്റെ പീലി വിടർത്തി നിൽക്കും പോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വർണ്ണശലഭമായിട്ട്. ഞാൻ കഴിഞ്ഞതിന് വർണ്ണശലഭം പറഞ്ഞപ്പോൾ ഒരുപാട് പേരെന്നെ അത് ക്ലിയർ ചെയ്തിട്ട് എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അങ്ങനെ കുറേ നേരത്തെ കത്തിക്കലും പറക്കലും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അജീമയും സച്ചിനും കുറച്ച് വന്നിട്ട് അവർ വീണ്ടും പോയി കേട്ടോ. വീണ്ടും സച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ കത്തിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കത്തിച്ച് കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും വന്നു. പോയിട്ട് അവിടുത്തെ കത്തിക്കലെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വന്നു. കാരണം ഞാനിവിടെ ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. കാരണം കാന്താരിയും കുരുമുളകും ഒക്കെ ഇട്ട് വെച്ച നല്ല നാടൻ കോഴിക്കറിയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. സച്ചിൻ്റെ വീട്ടിൽ ഒരു സ്റ്റെപ്പ് ഇതെല്ലാം കത്തിച്ചിട്ടാണ് വീണ്ടും വന്നത്. നമ്മളന്ന് താറാവ് വെച്ചില്ലേ, കാന്താരിയും കുരുമുളകും ഇട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ടേസ്റ്റിന് കരുതിയിട്ടാണ് ഇന്ന് നാടൻ കോഴിയും അങ്ങനെ തന്നെ വയ്ക്കാമെന്ന് കരുതിയത്. പക്ഷേ കോഴി വെച്ചു ഇന്ന്. പക്ഷേ ആ താറാവ് വെച്ച ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. കാരണം ആ നാടൻ കോഴി കുറച്ച് വേവുള്ളതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ കുക്കറിലിട്ടു. സ്കൈ ഷോട്ട് നോക്കി. കുക്കറിലിട്ട് ഒറ്റ വിസിൽ കേൾപ്പിച്ചുള്ളൂ. പക്ഷെ അതങ്ങ് കുറച്ച് വെന്ത് പോയി. കുറച്ച് ഗ്രേവിയും കൂടിപ്പോയി കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ചപ്പോൾ ഗ്രേവി കൂടിപ്പോയി. അതുകൊണ്ട് ചിക്കൻ കറി അന്നത്തെ അത്ര ടേസ്റ്റ് ഇല്ല. പക്ഷേ കാന്താരിയുടെയും കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നല്ല കറിയായിരുന്നു. കുറച്ച് ഗ്രേവിയും കൂടിപ്പോയി. ചിക്കൻ കുറച്ച് വെന്തും പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളായാലും എന്നും വയ്ക്കുന്നത് വല്ലപ്പോഴും ഒക്കെ നമുക്ക് പണി പാളാറുണ്ട്. അന്നേ ഏട്ടൻ പറഞ്ഞു അന്ന് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ താറാവ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വച്ചത് നന്നായിട്ടുണ്ടായിരുന്നത്. നീ ഇന്ന് പരീക്ഷണത്തിന് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെയാണ് അന്നത്തെ പരീക്ഷണം വിജയിച്ചതിൻ്റെ പുറകിൽ ഞാൻ വീണ്ടും അത് തന്നെ വെച്ചത് കേട്ടോ. പക്ഷേ കൊള്ളായിരുന്നു. കുറച്ച് വെള്ളമായിപ്പോയി, കുറച്ച് ചിക്കൻ വെന്ത് പോയി. അതായിരുന്നു ഏറ്റവും മെയിൻ പ്രോബ്ലം.
അങ്ങനെ പടക്കം പൊട്ടിക്കലെല്ലാം കഴിഞ്ഞു, പൂത്തിരി കത്തിക്കലെല്ലാം കഴിഞ്ഞു. ചീമയും സച്ചിനും അവരുടെ വീട്ടിൽ പോയിട്ട് വീണ്ടും വന്നിട്ട് വീണ്ടും ഇങ്ങനെ കത്തിച്ചു. 2 സ്കൈ ഷോട്ട് കൂടെ ബാക്കിയുണ്ടായിരുന്നു, 3 സ്കൈ ഷോട്ട് കൂടെ ബാക്കിയുണ്ടായിരുന്നു. ഒരു 3 സ്കൈ ഷോട്ട്, ഒരെണ്ണം നാളെ കത്തിക്കാൻ വച്ചിരുന്ന സ്കൈ ഷോട്ട് കൂടെ എന്നെടുത്ത് എല്ലാം കൂടി കത്തിച്ച് തീർത്തേട്ടോ. ഇനി നാളത്തേക്ക് മത്താപ്പൂ കിത്താപ്പൂ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. സ്കൈ ഷോട്ട് ഇനി 2 ചെറുതും കണ്ടേ ഉള്ളൂ കേട്ടോ. വലുതുണ്ടായിരുന്നു ഒരെണ്ണം. ഇന്നലെ തന്നെ ചീമയും സച്ചിനും ഒക്കെ നിന്നുകൊണ്ട് ഇന്നലെ തന്നെ കത്തിക്കാമെന്ന് പറഞ്ഞ് ഇന്നലെ കത്തിച്ചേട്ടോ. ഒരെണ്ണം കത്തിച്ചത് പൊട്ടിയില്ല, പക്ഷേ ഇതൊരെണ്ണം നല്ല ഭംഗിക്ക് പൊട്ടിയായിരുന്നേ. എന്നിട്ട് അതെല്ലാം കംപ്ലീറ്റ് കത്തിച്ച് കഴിഞ്ഞ ശേഷം ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. പൊറോട്ട വാങ്ങി, ചിക്കൻ കറി നമ്മൾ വച്ചായിരുന്നു. അപ്പോൾ കുറച്ച് ചിക്കൻ ഈ അടുത്ത് വെച്ചിരിക്കുകയാണ്, തോരൻ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കി കറി വെച്ചു. നാളെ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചിക്കൻ കറിയും കൂടിയൊക്കെ കഴിക്കാനായിട്ട് അതിനും കൂടി ഈ കറി ഉണ്ടാവും കേട്ടോ. നല്ല വലിയ 2 നാടൻ കോഴിയാണ് വാങ്ങിച്ചിട്ട് വന്നത്. പൂടെയെല്ലാം പിന്നി കൊണ്ടുവന്നതാണ് കേട്ടോ. അതുകൊണ്ട് അത് പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടോ, കുറച്ചൊന്ന് ഗ്രേവി ആയിപ്പോയി. ചിക്കൻ വെന്തു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊടുന്നതിന് മുന്നേ ഇങ്ങനെ പിച്ച് വന്നു കേട്ടോ. കുറച്ചൊന്ന് ഹാർഡായിട്ടിരുന്നാലല്ലേ ചിക്കനായിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും എല്ലാവരും കൂടെ ഇരുന്ന് നമ്മൾ ഡിന്നറെല്ലാം കഴിച്ചു. സമയം 10 മണിയായിട്ടോ. കാര്യമൊക്കെ പറഞ്ഞിരുന്ന് വേറെ നല്ല ചീമയുടെ കൊച്ചിൻ്റെ പേരിടൽ, കൊച്ചിൻ്റെ ചടങ്ങ്, ചീമയുടെ 7ാം മാസം വളക്കാപ്പ് ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ ഒക്കെ ചോദിച്ചിരുന്ന് കുറേ സമയം അങ്ങനെ പോയി. അത്രയേ ഉള്ളൂ. 10 മണിയൊക്കെ ആയി. ഇനിയിപ്പോൾ ഇരുന്നാൽ ചീമയ്ക്കും സച്ചിനും തിരിച്ച് വീട്ടിൽ പോകണ്ടേ. അതുകൊണ്ടാണ് പിന്നെ കഴിച്ചിട്ട് പിരിയാമെന്ന് കരുതി കഴിക്കാനായിട്ട് ഇരുന്നത്. നല്ല ചൂട് പൊറോട്ടയും ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറി കൊള്ളായിരുന്നു, പക്ഷെ താറാവിൻ്റെ അത്ര വന്നിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ വെച്ചാലും നല്ലതെന്ന് പറയാം, മോശമെന്ന് പറയാം. അല്ലാതെ മറ്റുള്ളത് മാത്രം കുറ്റം പറയുന്നതല്ല നമ്മുടെ രീതി. അത് നമ്മളെപ്പറ്റി സ്ഥിരം കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുമല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം നമുക്കിവിടെ എൻഡ് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദീപാവലി വിശേഷം ഇതൊക്കെയാണ്. ട്രിവാൻഡ്രത്ത് ദീപാവലി ആയാലുള്ള മെയിൻ വിശേഷം എന്ന് പറയുന്നത്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. അച്ഛനും അമ്മയും ചീമയും സച്ചിനും ഒക്കെ വരും. നമ്മളിങ്ങനെ ഒന്ന് കൂടും പോവും, അത്ര തന്നെ കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ.